നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കോഫി കോഫി ഇങ്ങനെ ഇടാല്ലേ? കാണുന്നില്ലല്ലോ, എവിടെ പോയി? ആഹാ, കുന്തിരിക്കത്തിന്റെയും ചന്ദനത്തിരിയുടെ മണം. അടിച്ചു വാരി തുടച്ച് കുന്തിരിക്കവും പുകച്ച് ദൈവങ്ങളുടെ മുന്നിൽ വിളക്കും ചന്ദനത്തിരിയും കത്തിച്ചു വച്ചിരിക്കുന്നു. എഴുന്നേറ്റ് വരുമ്പോ തന്നെ മനസ്സിനൊരു ഉണർവ് ലഭിച്ചു. അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ വിളക്ക് കത്തിച്ചല്ലോ. അമ്മ പോലും അച്ഛന്റെ ജന്മനക്ഷത്രത്തിനും ആണ്ടിനും മാത്രമേ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിക്കാറുള്ളൂ. അച്ഛന് സന്തോഷമായിട്ടുണ്ടാവും, ദൈവങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടാവും. വീട് മൊത്തത്തിലങ്ങ് മാറി. മാറ്റിയ ആളെ ഇവിടെങ്ങും കാണുന്നില്ലല്ലോ, എവിടെ പോയി? ആരെ ഈ വെളുപ്പം കാലത്ത്? മാറു തന്നെ ആയിരിക്കും, അമ്പലത്തിൽ പോയിട്ട് വന്നായിരിക്കും. അമ്മേ, ഞെട്ടിയില്ലേ? ഞങ്ങളെ കണ്ടപ്പോ നീ ഞെട്ടിയില്ലേ? ആ, ഈ ഞെട്ടല് കാണാൻ വേണ്ടി തന്നെയാ ഉത്സവം മുടങ്ങിയ കാര്യം ഞങ്ങൾ നിന്നോട് പറയാതിരുന്നത്. എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? അമ്മേ, ഉത്സവം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമെന്നല്ലേ പറഞ്ഞത്? ഒരാഴ്ചയിലെ ഉത്സവം, ഒറ്റ ദിവസം കൊണ്ട് ഉത്സവം കഴിഞ്ഞോ? അതല്ലേ നിന്നോട് പറഞ്ഞത് ഉത്സവം മുടങ്ങിപ്പോയെന്ന്. കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഉത്സവമുള്ളൂ, അത് മുടങ്ങിയാൽ എങ്ങനെയാ ശരിയാവുന്നേ? അമ്മ തിരിച്ചു പോയിട്ടെ, ഉത്സവം മുടങ്ങാനൊന്നും പറ്റില്ല, അത് നടത്തിയേ പറ്റുമെന്ന് പറ. ഈ ചെല്ല്, ഇപ്പൊ തന്നെ ചെല്ല്. ഇവൻ എന്തൊക്കെയാ പറയുന്നേ? ഉറക്കപ്പിച്ചാന്ന് തോന്നുന്നു. എടാ, ഉത്സവം മനഃപൂർവ്വം മുടക്കിയതൊന്നും അല്ല. കീഴ്പ്പാട് പത്മനാഭൻ അമ്മാവനെ നിനക്ക് ഓർമ്മയില്ലേ? കുറച്ചു കാലമായിട്ട് കിടപ്പിലായിരുന്നു, ഇന്നലെ കാലത്ത് മരിച്ചു. തറവാട്ടിൽ പൊലയുണ്ടായ ഉത്സവം നടത്താൻ പറ്റുമോ? ഇത് വലിയ കൊലച്ചതിയായി പോയി. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഉറക്കപ്പിച്ച. നീ വാ. അയ്യോ, അങ്ങോട്ട് പോവല്ലേ. എന്താടാ? അത് എത്ര മണിക്കൂറായി ഞാൻ എന്റെ അമ്മയൊന്ന് കണ്ടിട്ട്. ഇന്നലെ കാലത്ത് കണ്ടതല്ലേ. എന്റെ അമ്മയുടെ മുഖം ഞാനൊന്ന് ശരിക്ക് കാണട്ടെ. നിന്റെ പൊന്നാരം കണ്ട് നിൽക്കാനൊന്നും എനിക്ക് നേരമില്ല. എടാ, നീ അമ്മയെ മാത്രം മിസ് ചെയ്തോളോ, എന്നെ മിസ് ചെയ്തില്ലേ? നിന്നോട് ആർക്കാടി സ്നേഹം? അമ്മേ, എന്താടാ ഇതൊക്കെ? എന്ത്? വീട് വൃത്തിയായിട്ട് കിടക്കുന്നു, ദൈവത്തിന്റെ മുമ്പില് വിളക്കും ചന്ദനത്തിനെയും കത്തിച്ചു വെച്ചിരിക്കുന്നു, അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുമ്പില് വിളക്കും പൂവും വെച്ചിരിക്കുന്നു. ആരാ ഇതൊക്കെ ചെയ്തത്? ഞാൻ തന്നെ, അല്ലാതാരാ? നീയോ? ഞാനല്ലാതെ ഈ വീട്ടിൽ വേറെ ആരാ ഉള്ളത്? അത് തന്നെ എന്റെയും ചോദ്യം. വേറെ ആരെയും വീട്ടിലുള്ളത്? പറയടാ, ആരുടെ വീട്ടിലുള്ളത്? ഞാൻ നിന്റെ ചേട്ടനാ. എടാ പോടാന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. നീ വിഷയം മാറ്റാന്ന് നോക്കണ്ട. ആരാ ഇവിടെ ഉള്ളത്? സത്യം പറയുന്നേ നിനക്ക് നല്ലത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഉറക്കമേ വന്നില്ല. കുറേ നേരം ഞാൻ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നു. 1 മുതൽ 100 വരെ എണ്ണിയ വേഗം ഉറക്കം വരുമെന്നല്ലേ പറയാ. ഞാൻ 1 മുതൽ 1000 വരെ എണ്ണി, ഉറക്കം വന്നില്ല. 10,000 വരെ എണ്ണി, എന്നിട്ടും ഉറക്കം വന്നില്ല. ഉറക്കം വരാതിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ബോറടിക്കുമല്ലോ. അപ്പൊ ബോറടി മാറ്റാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. വീട് ക്ലീൻ ചെയ്യാന്ന് അപ്പൊ തോന്നിയ ഐഡിയ. എങ്ങനെയുണ്ട്?
വീട് മൊത്തം ക്ലീൻ ചെയ്ത് കുന്തിരിക്കാൻ പുകച്ചപ്പോ മൈൻഡ് ഒന്ന് ഫ്രഷ് ആയതുപോലെ തോന്നി. അപ്പൊ എനിക്ക് തോന്നി അച്ഛന്റെയും ദൈവങ്ങളുടെയും മുന്നിൽ വിളക്ക് കത്തിച്ചേക്കാന്ന്. അപ്പൊ തന്നെ കുളിച്ച് വിളക്ക് കത്തിച്ചു. എന്റെ മൈൻഡ് മൊത്തത്തിൽ ചേഞ്ചായി. നല്ല ഉണർവ്. ഞാൻ ആളാകെ മാറിയെന്ന് എനിക്ക് തന്നെ തോന്നി. ശരിയാ മോനെ, ഒറ്റ ദിവസം കൊണ്ട് നീ ആളാകാൻ മാറിപ്പോയി. നീ എന്താ പറഞ്ഞത്? കുളിച്ച് വിളക്കത്തിച്ചെന്നോ? നിന്നെ കണ്ടിട്ട് കുളിച്ച പോലെ തോന്നുന്നില്ലല്ലോ. ഉറക്കത്തിന് എഴുന്നേറ്റ് വന്ന പോലെ എനിക്ക് തോന്നുന്നത്. നിനക്ക് അങ്ങനെ തോന്നും. എന്താ കാരണം എന്നറിയോ? നിന്റെ തലയിൽ തലച്ചോറല്ല, നിറയെ കുശുമ്പ. എന്നും ഇങ്ങനെ വേണം മോനെ. കണ്ടു പഠിക്കടി. നീ വാ. ഈശ്വര, ഈ പാറു ഇതെവിടെ പോയി? എടാ പ്രിയ, ഇങ്ങോട്ട് വന്നേ.